സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. പ്രേക്ഷകർ തുടക്കം മുതൽ തന്നെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ചോദിക്കുന്നുണ്ട്, എന്താണ് സംസ്ഥാനം മുഴുവൻ മഴയുമായി ബന്ധപ്പെട്ട സാഹചര്യം, എത്ര ജില്ലകളിൽ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു എന്നത്. അപ്പോൾ ഷീജ പറയൂ. തീർച്ചയായും കാവ്യ, കാരണം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് മഴ ശക്തിപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എല്ലാവർക്കും അറിയാൻ ഏറെ ആകാംക്ഷയുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഏതായാലും ഇന്നിപ്പോൾ നമുക്ക് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അലർട്ട് പ്രകാരം പറയാൻ സാധിക്കുകയാണെങ്കിൽ 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് 9 ജില്ലകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അതിനൊപ്പം തന്നെ എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്നിപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ അലർട്ടിൽ ചെറിയൊരു മാറ്റം 10 മണിയാകുമ്പോൾ ഉണ്ടാകും. കാരണം ഇത് ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് വന്ന അലർട്ട് പ്രകാരമാണ് ഈ ഒരു മുന്നറിയിപ്പുള്ളത്. പക്ഷേ സ്വാഭാവികമായും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന വ്യാപകമായി മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പലയിടങ്ങളിലും ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയാണ് ലഭിച്ചതെങ്കിലും പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള മഴയും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇന്ന് രാത്രി മുതലാണ് അത്തരത്തിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിനൊപ്പം കാറ്റിനും ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷമാണ് ആ രീതിയിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇതിനകം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ, മലയോര മേഖല, ഈ പ്രദേശങ്ങൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് അതാത് ജില്ലാ ഭരണകൂടങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ നിർദ്ദേശമാണ് നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. ഏതായാലും സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യത അല്ലെങ്കിൽ പോലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. കാവ്യ, ശരി ഷീജ, അങ്ങനെ 9 ജില്ലകളിൽ അലേർട്ട് നിലനിൽക്കുന്നു എന്നതാണ് ഷീജ ഇപ്പോൾ പറയുന്നത്. ഷീജയ്ക്ക് ശുഭദിനം ആശംസിക്കുന്നുണ്ട് പ്രേക്ഷകർ. ദേവരാജൻ, ബാലകൃഷ്ണൻ ഒക്കെയും പറയുന്നുണ്ട് ഷീജയോട് ഗുഡ് മോർണിംഗ് പറയണമെന്ന്. അതിനിടയിൽ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, മഴ പെയ്യാതിരിക്കാൻ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്ന് ഷീജയോട് ചോദിക്കണമെന്ന്. അങ്ങനെ ഒരു ട്രിക്ക് ഉണ്ടോ ഷീജ? ഈ മഴയുമായി ബന്ധപ്പെട്ട് ഒന്നും നമ്മുടെ കയ്യിലല്ല കാവ്യ. കാരണം നമുക്ക് തിരുവനന്തപുരത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഇവിടെ അലർട്ട് പ്രഖ്യാപിച്ചാൽ മഴ പെയ്യില്ല എന്നും അലർട്ട് ഇല്ലെങ്കിൽ മഴ പെയ്യുമെന്നുമാണ് പൊതുവേ ഉള്ളൊരു തിരുവനന്തപുരത്തെ കുറിച്ചുള്ളൊരു സംസാരം എന്ന് പറയുന്നത്. കാരണം അത് നമുക്ക് നേരത്തെ അറിയാം. ഇവിടെ അലർട്ട് ഒന്നും പ്രഖ്യാപിക്കാത്ത സമയത്ത് അതിശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ യെല്ലോ അലർട്ട് ഉണ്ട്. അപ്പോൾ വലിയ മഴ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മളും ഉള്ളത്. ഓക്കെ, ശരി ശരി ഷീജ.